ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ബേബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു മാജിക് നടന്നൊരു ദിവസം കേട്ടോ. ഭയങ്കര ഹാപ്പിയോട് കൂടി പൂർവാധികം ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഭഗവാനുള്ള വിളക്ക് വയ്ക്കാൻ പോകുന്നത്. അതിന് ആസ്പദമായിട്ടുള്ളൊരു സംഭവം ഇന്നലെ നടക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ 2 ദിവസമായിട്ട് എനിക്ക് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുള്ള കാരണം കൊണ്ട് തീരെ വയ്യായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പനിയും ഫീവറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ പറ്റിയില്ല. വിളക്ക് വെച്ചു, പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുമായിരുന്നു, ഇത്രയും നേരത്തെ നീ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കേണ്ട കാര്യമുണ്ടോ? 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കൊക്കെ വിളക്ക് വെച്ചാൽ പോരെ എന്ന് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിശ്വാസമുണ്ട് കേട്ടോ, ദൈവവിശ്വാസമാണ്. ഓഫ് കോഴ്സ് ഈസ് എ ബിഗ് ഡിവോട്ടി ഓഫ് ലോർഡ് മഹാവിഷ്ണു. പക്ഷേ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുന്നതിനോട് അങ്ങനെ വലിയ യോജിപ്പില്ലാത്തൊരു ആളായിരുന്നു. അപ്പോൾ 2 ദിവസം എനിക്ക് വയ്യ, ഞാൻ വിളക്ക് വെച്ചിട്ടില്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാറില്ലേ എന്ന് ചോദിച്ചു. വിളക്ക് വെക്കുന്നില്ലേ, എന്താ വെക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ മോർണിംഗ് ടൈമിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഫീവർ കാരണം കൊണ്ട്. എനിക്ക് ആ നേരത്തെ നമ്മൾ വിചാരിച്ചാൽ മനസ്സ് എഴുന്നേൽക്കണം എന്നുണ്ട്, പക്ഷേ ശരീരം അനുവദിക്കാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നീ ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ രാവിലെ ആ നേരത്തൊന്ന് വിളക്ക് വയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആകെ അതിശയം, എന്താ കാര്യം എന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ആളുടെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആൾ മുമ്പ് പറഞ്ഞതും, എന്തിനാണ് ആ നേരത്തെ നീ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നത്, 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കൊക്കെ എല്ലാവരും വെക്കുന്ന സമയത്ത് വെച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്താ കാര്യം, നീ എന്താ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചപ്പോൾ, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഓഫീസിൽ എനിക്കെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് എനിക്ക് എനിക്ക് മനസ്സ് ഭയങ്കര ഡിപ്രഷനിലാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. ആളൊരു IT എഞ്ചിനീയറാണ്. അപ്പോൾ അറിയാമല്ലോ, ഈ IT-യിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഫുൾ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷനോട് കൂടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ആളങ്ങനെ പറഞ്ഞു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആൾക്ക് ഞാൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അന്നത്തെ ദിവസം ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും അത് വഴിമാറിപ്പോകുന്നു കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസത്തിലാണെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമുള്ള സിറ്റുവേഷൻസൊക്കെ ഒരു ദിവസത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 2 ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കട്ട പോക എന്നുള്ളൊരു ദിവസമായിരിക്കും. എന്നിട്ട് ആളിങ്ങനെ പറഞ്ഞതും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട്, ഞാൻ അധികം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എൻ്റെ ഫാമിലിയെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ എനിക്കറിയുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിളക്ക് വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് മാത്രമാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്നുണ്ടായിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും സ്വന്തമായിട്ടുള്ളൊരു വീട്, ആരോഗ്യം, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക, സമ്പാദ്യം, ഇത് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനകളിലുള്ളൂ. കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ വീട് ഉണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് സ്വന്തമായിട്ടുള്ളൊരു വീട്, അത് ഏതൊരു വ്യക്തിയുടെയും ഒരു വലിയ ആഗ്രഹമല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോയി. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ഭഗവാന്റെ അപ്പത്തിനെ ഞാൻ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങ് നോക്കി നിന്ന് പോയി. അപ്പോൾ ഞാൻ അറിയാതെ ആൾക്ക് ഓഫീസിൽ ഇങ്ങനെ ആളറിയാതെ ഇങ്ങനെ ഒരു ടെൻഷനും പിന്നെ ഇങ്ങനെ വിളക്ക് വെക്കുന്നത് കൊണ്ട് ആൾക്കപ്പോൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ആൾക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് എനിക്കും നേരം പോലൊരു ശ്വാസം വന്നത് കേട്ടോ. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിതെന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്ന 4 മുതൽ 5:12 വരെയുള്ള സമയത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് നോക്കൂ. നിങ്ങളൊരു 48 ദിവസം, അതായത് ഒരു മണ്ഡലകാലം വിളക്ക് വയ്ക്കുക. ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എഴുന്നേൽക്കുക, കുളിക്കുക, ശുദ്ധിയോടുകൂടി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥനയോടുകൂടി. ഇനിയിപ്പോൾ ഫോട്ടോ ഒന്നും വേണമെന്നില്ല. അതായത് 33 കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അത്ഭുതങ്ങളുടെ സമയമാണ്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അതിനനുസരിച്ചുള്ളൊരു ഹാർഡ് വർക്ക്. ഇപ്പം നമ്മൾ വിളക്ക് വെച്ചിട്ട് ചുമ്മാ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല.
ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പാഷൻ അല്ലെങ്കിൽ ജോലി അത് കണ്ടിന്യൂ ചെയ്യും, നടക്കും. തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തോന്നും. എൻ്റെ അനുഭവമാണ്. അപ്പോൾ അതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു 6 വർഷക്കാലം കൊച്ചിനിലുണ്ടായിരുന്നു. 6-7 വർഷക്കാലം കൊച്ചിനിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പരാമാര ദേവി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഭയങ്കര സങ്കടമായിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ദേവിയെ തേടി ഓടിപ്പോകും. അപ്പോഴൊക്കെ എനിക്കൊരു നല്ലൊരു അന്ന് ആ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ എനിക്ക് വന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതായി പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് മുതലാണ്, അല്ലെങ്കിൽ അവിടെ തൊട്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ദൈവവിശ്വാസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിളക്ക് വെക്കുന്നത് കഴിഞ്ഞ് രാവിലത്തെ ഒരു റൊട്ടീനിലേക്ക് വന്നു. കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അവന് ഞാൻ ഊത്തപ്പം, അതായത് എന്താ പറയുക, ഈ ക്യാരറ്റ് ഊത്തപ്പമില്ലേ, അതാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപ്പുമാവും ചട്നിയും പിന്നെ കുറച്ച് പപ്പടവും വറുത്ത് കൊടുത്തു. പഴം ഇല്ലായിരുന്നു, ഉള്ളതൊക്കെ വെച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ, കാരണം ഉപ്പുമാവ് ഇവരാരും കഴിക്കത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. പിന്നെ പച്ചപ്പയർ കൊണ്ട് ഒരു കറിയും ഉണ്ടാക്കി ഉച്ചത്തിലേക്കുമായി. ഇന്ന് എനിക്ക് വൈകിട്ട് മലപ്പുറത്ത് ഒരു വെഡ്ഡിങ് പ്രോഗ്രാം ഉണ്ട്, അവിടെ ആങ്കറിങ്ങിന് വേണ്ടി പോകണം. അപ്പോൾ ഞാനൊരു 12-12:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പം ഈ സമയത്ത് ആ സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം ഏകദേശം 8 മണിക്ക് ശ്രീരാമൻ്റെ സ്കൂൾ ബസ് വരും. അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ക്ലീനിങ് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് അടുക്കളയൊക്കെ പഴയ പോലെ നീറ്റാക്കിയിട്ട് ലഞ്ച് ഉണ്ടാക്കി വെച്ചു കേട്ടോ. എല്ലാവർക്കും ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് 12:30 ആകുമ്പോഴേക്കും ഞാൻ മലപ്പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അത് പാർട്ട് 2 വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളെ സംസാരിപ്പിച്ച് മടുപ്പിച്ചില്ല എന്ന് കരുതണം കേട്ടോ. എനിക്കത് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതി. കാരണം ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ അധികം വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷെ ആൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. എൻ്റെ ഫാമിലി മൊത്തം ദൈവവിശ്വാസികളാണ്. എൻ്റെ ബ്രദർ മാത്രം അവനധികം വിശ്വാസമില്ല, ദൈവവിശ്വാസങ്ങളില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും, എൻ്റെ അച്ഛനും എൻ്റെ ബ്രദറും ദൈവവിശ്വാസികളല്ല. അച്ഛൻ ഇപ്പോഴും കുറച്ചീശെ വിശ്വസിച്ച് വരുന്നു. പക്ഷേ ബ്രദർ ഒട്ടും ദൈവവിശ്വാസിയല്ല. ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര ദൈവവിശ്വാസമുള്ള ആളുകളാണ്. പിന്നെ ദീപം എങ്ങനെയാണ് ശാന്തി ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൂക്കൾ വെച്ചിട്ടാണ് പൂജ അറ അല്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. അതിലൊരു പുഷ്പം എടുത്തിട്ടാണ് ദീപം ശാന്തി ശാന്തി എന്ന് ദീപം ശാന്തി ശാന്തി ദീപം ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളക്ക് അണയ്ക്കാറുള്ളത്. ആദ്യം ചുമ്മാ ഫു എന്ന് ഊതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായി അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, പറ്റുമെങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ.